നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത കൊടകര കൊളത്തൂരിൽ ബസ്സിടിച്ച് കാർ യാത്രക്കാരായ 3 പേർക്ക് പരിക്ക്. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിന്റെ ഊട്ടുതിരുനാൾ മെയ് 5 ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചില്ലറയെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ കണ്ടക്ടറുടെ ക്രൂരമർദ്ദനത്തിനിരയായ വയോധികൻ മരിച്ചു. നവീകരിച്ച ആളൂർ പ്രസാദ വരനാഥ പള്ളിയുടെ വെഞ്ചിരിപ്പും പുനഃപ്രതിഷ്ഠയും ജൂബിലി വർഷ ഉദ്ഘാടനവും മെത്രാൻ മാർ പോളി കണ്ണൂക്കാട് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. ദേശീയപാത കൊടകര കൊളത്തൂരിൽ ബസ്സിടിച്ച് കാർ യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. മുക്കാട്ടുകര അയ്യന്തോൾ വീട്ടിൽ 54 വയസ്സുള്ള ക്രിസ്റ്റി, ഭാര്യ 46 വയസ്സുള്ള നിഷ, ക്രിസ്റ്റിയുടെ സഹോദരൻ 64 വയസ്സുള്ള ജോസഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ 8:30 കൊളത്തൂർ പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു അപകടം. ആമ്പല്ലൂർ ഭാഗത്തു നിന്നും ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന പെട്ടെന്ന് ബ്രേക്കിട്ട ചരക്ക് ലോറിയിൽ ഇടിക്കാതിരിക്കാൻ നിർത്തിയ കാറിൽ പുറകിൽ നിന്ന് വന്ന സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. ബസ് ഇടിച്ച് നിയന്ത്രണം വിട്ട കാർ ലോറിയിൽ ഇടിച്ചു കയറി. ലോറിക്കും ബസ്സിനും ഇടയിൽപ്പെട്ട കാർ പൂർണ്ണമായും തകർന്നു. പുതുക്കാട് നിന്നും എത്തിയ ഫയർഫോഴ്സും കൊടകര പോലീസും നാട്ടുകാരും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത്. അപകടത്തെ തുടർന്ന് 3/4 മണിക്കൂറോളം ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിന്റെ ഊട്ടുതിരുനാൾ മെയ് 5 ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരുനാൾ ദിനം രാവിലെ 6:30 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഊട്ടുവെഞ്ചിരിപ്പ് ഉണ്ടായിരിക്കും. വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് 8:30 വിശുദ്ധ കുർബാനയും 10 തിരുനാൾ പാട്ട് കുർബാനയും ഉണ്ടാകും. തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ ലിൻസ് മേലേപ്പുറം CMI മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ഡോക്ടർ വിൻസെന്റ് ആലപ്പാട്ട് തിരുനാൾ സന്ദേശം നൽകും. 4 സെന്റ് ജോസഫ് ഫാമിലി കുർബാന എന്നിവയുണ്ടാകും. തുടർന്ന് 4:30 തിരുനാൾ പ്രദക്ഷിണം, രാത്രി 7:30 പ്രദക്ഷിണ സമാപനം, വർണ്ണമഴ എന്നിവയും ഉണ്ടാകും. പള്ളി വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി, അസിസ്റ്റന്റ് വികാരി ഫാദർ സിബിൻ വാഴപ്പള്ളി, ജനറൽ കൺവീനർ ജോയ് വടക്കേത്തല, ജോയിന്റ് ജനറൽ കൺവീനർ റിൻഡോ കാളത്തുപറമ്പിൽ, സെക്രട്ടറി ജസ്റ്റിൻ പന്തല്ലിപ്പാടൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ വരുന്ന 5-ാം തീയതി ഞായറാഴ്ചയാണ് കൊടകര വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നാമധേയത്തിലുള്ള ഫൊറോന പള്ളിയിലെ ഊട്ടുതിരുനാൾ നിശ്ചയിച്ചിരിക്കുന്നത്. രാവിലെ 6:30 ആദ്യത്തെ കുർബാന ആണ്. ആദ്യത്തെ 4 വിശുദ്ധ കുർബാനകളുണ്ട്. ശേഷം വിതരണം ആരംഭിക്കും. 2ാമത്തെ കുർബാന 8:30 മണിക്കാണ്. 3ാമത്തെ ആഘോഷമായ കുർബാനയാണ്. അത് രാവിലെ 10 മണിക്കാണ്. അതിന് കാർമ്മികനായിട്ട് വരുന്നത് ബഹുമാനപ്പെട്ട ലിൻസ് മേലേപ്പുറം അച്ഛനാണ്. ഈ ഇടവകയിലെ ഊട്ടുതിരുനാൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ ഈ ഇടവകയിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിലും വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ച് ഒരു ഷോർട്ട് ഫിലിം തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ റിലീസിംഗ് വരുന്നത് ഈ വരുന്ന വെള്ളിയാഴ്ച വൈകിട്ടത്തെ കുർബാനയ്ക്ക് ശേഷം വികാരി അച്ഛൻ നിർവഹിക്കുന്നതാണ്. ഞായറാഴ്ച രാവിലെ മുതൽ ആരംഭിക്കുന്ന തിരുക്കർമ്മങ്ങളിലേക്കും വിശുദ്ധൻ്റെ ഊട്ടുസദ്യയിലേക്കും ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കരുവന്നൂരിൽ ബസ്സിൽ ചില്ലറയുടെ പേരിലുള്ള തർക്കത്തെ തുടർന്ന് കണ്ടക്ടർ യാത്രക്കാരനെ ക്രൂരമായി മർദ്ദിക്കുകയും ബസ്സിൽ നിന്ന് തള്ളിയിടുകയും ചെയ്ത സംഭവത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ 68-കാരൻ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു. കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ഏപ്രിൽ 2-നായിരുന്നു സംഭവം. തൃശൂരിൽ നിന്ന് ഇരിഞ്ഞാലക്കുടയിലേക്ക് വരികയായിരുന്ന ശാസ്ത ബസ്സിൽ വെച്ചാണ് സംഭവമുണ്ടായത്. കരുവന്നൂർ എട്ടുമന സ്വദേശി മുറ്റിച്ചൂർ വീട്ടിൽ പവിത്രനാണ് ബസ്സിൽ നിന്ന് റോഡിലേക്ക് തലയടിച്ചു വീണ് പരിക്കേറ്റത്. സംഭവത്തെക്കുറിച്ച് ബസ്സിലെ യാത്രക്കാർ പറയുന്നത് ഇങ്ങനെയാണ്. കരുവന്നൂർ രാജ കമ്പനിയുടെ സമീപത്ത് നിന്നാണ് പവിത്രൻ ബസ് കയറിയത്. ബംഗ്ലാവിനടുത്തുള്ള KSEB ഓഫീസിൽ വൈദ്യുതി ബിൽ അടയ്ക്കാൻ പോവുകയായിരുന്നു. ആദ്യം 10 രൂപ നൽകിയെങ്കിലും 13 രൂപയാണ് ബസ് ചാർജ് എന്ന് കണ്ടക്ടർ പറഞ്ഞപ്പോൾ ചില്ലറയില്ലാത്തതിനാൽ 500 രൂപ നൽകി. തിരിച്ച് 480 രൂപയാണ് കണ്ടക്ടർ നൽകിയത്.
ബാക്കി തുകയുടെ പേരിൽ ഇരുവരും തമ്മിൽ തർക്കമായി. ഇതിനിടയിൽ പവിത്രന് ഇറങ്ങേണ്ട ബംഗ്ലാവ് സ്റ്റോപ്പും കഴിഞ്ഞിരുന്നു. പുത്തൻതോട് സ്റ്റോപ്പിൽ ബസ് നിർത്താൻ തുടങ്ങിയപ്പോൾ ഇറങ്ങാൻ ശ്രമിച്ച പവിത്രനെ ഊരകം സ്വദേശിയായ കണ്ടക്ടർ രതീഷ് പിന്നിൽ നിന്ന് ചവിട്ടി. നിയന്ത്രണം വിട്ട് തലയടിച്ചു വീണ പവിത്രന് ആഴത്തിൽ മുറിവേറ്റു. വീണുകിടന്ന പവിത്രനെ കണ്ടക്ടർ വീണ്ടും മർദ്ദിച്ചതായും പറയുന്നു. സംഭവം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് കണ്ടക്ടറെ പിടിച്ചുമാറ്റി പവിത്രനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഇദ്ദേഹത്തെ ആദ്യം മാപ്രാണത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും പിന്നീട് തൃശ്ശൂരിലെ ആശുപത്രിയിലേക്കും മാറ്റി. അവിടെ നിന്നും കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തലയ്ക്ക് 6 തുന്നലുണ്ടെന്നും കഴുത്തിൽ എല്ല് പൊട്ടിയതായും ആശുപത്രി അധികൃതർ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് ഇരിഞ്ഞാലക്കുട പോലീസ് ബസ് കസ്റ്റഡിയിലെടുക്കുകയും കണ്ടക്ടർക്കെതിരെ കേസെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പവിത്രന്റെ ഭാര്യ കൗസല്യ, മക്കൾ പ്രണവ്, പ്രിയ. സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന നവീകരിച്ച ആളൂർ പ്രസാദ വരനാഥ പള്ളിയുടെ വെഞ്ചിരിപ്പും പുനഃപ്രതിഷ്ഠയും ജൂബിലി വർഷ ഉദ്ഘാടനവും ഇരിഞ്ഞാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 5 പകൽ 2:30 ചടങ്ങുകൾ നടക്കുക. മുൻ വികാരി ഫാദർ ജോസ് പന്തല്ലൂക്കാരൻ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ഇരിഞ്ഞാലക്കുട രൂപത വികാരി ജനറൽ ഫാദർ വിൽസൺ ഈരത്തറ അധ്യക്ഷത വഹിക്കും. വികാരി ഫാദർ ടിൻഡോ കൊടിയൻ, പള്ളി നിർമ്മാണ കമ്മിറ്റി സെക്രട്ടറി ടോണി പുലിക്കോട്ടിൽ തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് മെയ് 6 നടക്കുന്ന ഇടവക ദിനാചരണം വൈകിട്ട് 5:30 മുൻ വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഉദ്ഘാടനം ചെയ്യും. ആളൂർ പള്ളി വികാരി ഫാദർ ടിൻഡോ കൊടിയൻ, ജനറൽ കൺവീനർ ജോൺസൺ വാലപ്പൻ, കൈക്കാരന്മാരായ ജെയ്സൺ ചാതേലി, ജോസ് മാളിയേക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അവിടെ പൂർത്തീകരിക്കുകയാണ്. ജൂബിലി വർഷത്തിലേക്ക് കൂടി ആളൂർ പ്രസാദനാഥ ഇടവക കടക്കുകയാണ്. ഈ ജൂബിലി വർഷത്തിൽ ജൂബിലി സമ്മാനം എന്നോണമാണ് ദേവാലയം നവീകരിച്ച് വെഞ്ചരിപ്പിനും പുനഃപ്രതിഷ്ഠയ്ക്കുമായിട്ട് തയ്യാറെടുക്കുന്നത്. വരുന്ന മെയ് മാസം 5-ാം തീയതി 2:30 അഭിവന്യ മാർ പോളി കണ്ണൂക്കാടൻ പിതാവാണ് വെഞ്ചരിപ്പ് കർമ്മവും പുനഃപ്രതിഷ്ഠയും നടത്തുക. വികാരി ജനറൽ അച്ഛന്മാർ, രൂപതയിൽ നിന്നുള്ള മറ്റു വൈദികരൊക്കെ സഹകാർമ്മികരാകും. തുടർന്ന് വൈകിട്ട് 5:30 മണിക്കാണ്, 5:30 നമ്മുടെ കലാപരിപാടികൾ പൊതുസമ്മേളനം ആരംഭിക്കുക. യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ളൊരു കലാപരിപാടികൾ ഇടവക ദിനമായിട്ട് ആചരിച്ച് വലിയൊരു ആഘോഷമായിട്ട് നമ്മൾ മാറ്റുകയാണ്. മുഖവാരി വെഞ്ചിരിപ്പ് നമ്മുടെ ആ പ്രദേശത്തിന് തന്നെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായി വളരെ മനോഹരമായി തന്നെ ഒരു മുഖവാരി വെഞ്ചിരിപ്പാണ്. അതിനുശേഷം 6-ാം തീയതി ഇടവക ദിനമായി ഇടവകയുടെ വലിയൊരു കൂട്ടായ്മയും സ്നേഹവും നന്മയും ഒക്കെ വിളിച്ചോതുന്ന ഒരു ഇടവക ദിനമായി ആചരിക്കും. കാളക്കല്ലിൽ പെട്ടി ഓട്ടോ തടഞ്ഞ് കവർച്ചാ ശ്രമം. സ്കൂട്ടറിൽ എത്തിയ 3 പേർ ചേർന്ന് ഡ്രൈവറെ മർദ്ദിച്ചു. ഓട്ടോയുടെ ചില്ല് തകർത്തു. വരന്തരപ്പള്ളി വടക്കുമുറി ഇടശ്ശേരി ബാബുവിനെയാണ് സ്കൂട്ടറിലെത്തിയ 3 പേർ ചേർന്ന് മർദ്ദിച്ചത്. ഞായറാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. വെണ്ടൂരിൽ നിന്ന് ഇറച്ചിയുമായി വരന്തരപ്പള്ളിക്ക് വരികയായിരുന്ന ബാബുവിനെ സ്കൂട്ടറിൽ എത്തിയവർ തടഞ്ഞു നിർത്തുകയായിരുന്നു. സ്കൂട്ടറിൽ വന്ന ഒരാൾ ഓട്ടോയുടെ ഡോർ തുറന്ന് ബാബുവിനോട് പണം ആവശ്യപ്പെട്ടു. പണമില്ലെന്ന് പറഞ്ഞ ഉടനെ ഇയാൾ ബാബുവിനെ മർദ്ദിക്കുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന ആൾ ബാബുവിൻ്റെ കഴുത്തിൽ മാലയുണ്ടെന്ന് കരുതിയെങ്കിലും മാലയില്ലെന്ന് കണ്ടയുടനെ മർദ്ദനം തുടരുകയായിരുന്നു. ഇതേസമയം സ്കൂട്ടർ ഓടിച്ചിരുന്നയാൾ ഓടിവന്ന് വഴിയരികിൽ കിടന്ന വലിയ കരിങ്കല്ലെടുത്ത് എറിഞ്ഞ് ഓട്ടോയുടെ ചില്ല് തകർത്തതായും ബാബു പറഞ്ഞു. ഞാൻ വെണ്ടൂരിൽ നിന്ന് ഇറച്ചി കൊണ്ട് നന്ദിപുരം ഭാഗത്തേക്ക് വരുമായിരുന്നു. അപ്പോൾ നമ്മുടെ ശ്രാമ്പിക്കലിൻ്റെ കടയിൽ ഇപ്പുറത്ത് ടർഫിനടുത്തായിട്ട് 3 പേര് സ്കൂട്ടറിൽ വന്നിട്ട് പെട്ടെന്ന് വഴി ചോദിക്കാൻ വരുന്ന മാതിരി വന്നവർ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് പെട്ടെന്ന് ഒരുത്തനെ ഓടി വന്നിട്ട് ഡോറ് തുറന്നിട്ട് തന്നെ പൈസ എടുക്കടാന്ന് പറഞ്ഞ് ഒറ്റയിടി അതിൽ മോന്തയ്ക്ക്. അത് കഴിഞ്ഞ് രണ്ടാമത്താൻ 2 പേര് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുത്തൻ വന്നിട്ട് ഇപ്പുറത്തും കൂടെ വന്നിട്ട് അവനും എന്നെ മർദ്ദിച്ചു. അത് കഴിഞ്ഞിട്ട് പൈസ എടുക്കടാന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈപ്പിടിക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് ചെയ്യാൻ പൊട്ടിക്കാനായിട്ട് നോക്കി. അത് കഴിഞ്ഞ് ഇതേസമയം അതുവഴി വന്ന വാഹനയാത്രക്കാർ ഒത്തുകൂടിയതോടെ 3 പേരും സ്കൂട്ടറുമായി രക്ഷപ്പെടുകയായിരുന്നു. സ്കൂട്ടറിന്റെ നമ്പർ ഒരു യാത്രക്കാരൻ കുറിച്ചെടുത്തെങ്കിലും അത് പിന്നീട് വ്യാജമാണെന്ന് തെളിഞ്ഞു. മർദ്ദനമേറ്റ ബാബു പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ബാബുവിന്റെ പരാതിയിൽ വരന്തരപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ നിരീക്ഷണ ക്യാമറകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. കൊടകര മർച്ചന്റ്സ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുപ്പും നടത്തി. കൊടകര ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ വാർഷിക പൊതുയോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ, PP ശശിധരൻ, വിനോദ്, രാമചന്ദ്രൻ, തോംസൺ, ഷിജു എന്നിവർ സംസാരിച്ചു.
പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ഷാജി കാളിയങ്കര, ജനറൽ സെക്രട്ടറി ബാബു ജോർജ് കണ്ണൂക്കാടൻ, ട്രഷറർ ജോയ് നെടുമ്പാക്കാരൻ എന്നിവരെ തെരഞ്ഞെടുത്തു. പുതുക്കാട് കുറുമാലി പാലത്തിനു സമീപത്തെ ഷെഡിൽ നിന്ന് അടയിരുന്ന മലമ്പാമ്പിനെ പിടികൂടി. 12 അടി നീളമുള്ള പാമ്പിനെയും 15 മുട്ടകളെയുമാണ് കണ്ടെത്തിയത്. സമീപത്തെ ഹോട്ടൽ ജീവനക്കാരാണ് പാമ്പിനെ കണ്ടത്. ഉടൻ തന്നെ വനപാലകരെ വിവരം അറിയിക്കുകയായിരുന്നു. പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചിലെ റെസ്ക്യൂ ടീം അംഗം രജീഷ് നന്ദിപുലം സ്ഥലത്തെത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. അരിമ്പൂരിൽ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് തിരുവാതിര കളിക്കിടയിൽ കുഴഞ്ഞു വീണു മരിച്ചു. പരക്കാട് തണ്ടാശ്ശേരി ജയരാജിന്റെ ഭാര്യ 67 വയസ്സുള്ള സതിയാണ് മരിച്ചത്. ബുധനാഴ്ച വൈകിട്ട് അരിമ്പൂർ കൂട്ടാലെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തിരുവാതിര കളിക്കിടയിൽ സതി കുഴഞ്ഞു വീഴുകയായിരുന്നു. സംഘാടകരും സഹപ്രവർത്തകരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സുമിത്ര എന്ന വയോജന ക്ലബ് അംഗമാണ് സതി. സംസ്കാരം നടന്നു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ മാപ്രാണത്ത് വെച്ച് സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് അപകടം. മാപ്രാണത്ത് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസും കാറും കൂട്ടിയിടിച്ച അപകടം. വ്യാഴാഴ്ച 3:30 അപകടം നടന്നത്. തൃശൂർ ഭാഗത്തു നിന്ന് വന്നിരുന്ന മഹേശ്വർ എന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസും അതേ റൂട്ടിൽ വന്നിരുന്ന കാറും തമ്മിൽ ഇടിച്ചാണ് അപകടം നടന്നത്. കാർ ഓടിച്ചിരുന്ന ചാലക്കുടി പരിയാരം സ്വദേശി പീണിക്ക് വീട്ടിൽ ഷൈൻ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ഷൈൻ പറയുന്നത്, മാപ്രാണം സ്റ്റോപ്പിൽ വെച്ച് തന്നെ കാറുമായി ബസ് ഉരസുകയും നിർത്താതെ പോയ ബസിന് പിറകിലൂടെ എത്തിയ കാറിനെ വീണ്ടും ബസ് തട്ടുകയും കാർ റോഡരികിൽ കിടന്നിരുന്ന വൈദ്യുതി പോസ്റ്റിലൂടെ ഇടിച്ചു കയറി കാനയ്ക്ക് മുകളിലൂടെ തൊട്ടടുത്ത പറമ്പിന്റെ ഇരുമ്പ് ഷീറ്റ് വച്ച് മറച്ച മതിൽ തകർത്ത് പറമ്പിൽ വന്ന് വീഴുകയായിരുന്നു. കാർ ഭാഗികമായി തകർന്നിട്ടുണ്ട്. ബസിന്റെ പെയിന്റ് കാറിൽ ഇടിച്ച ഭാഗത്ത് കാണുന്നുണ്ടായിരുന്നു. ഇരിങ്ങാലക്കുട പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6625 രൂപ, പവന് 53,000 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത കൊടകര കൊളത്തൂരിൽ ബസ്സിടിച്ച് കാർ യാത്രക്കാരായ 3 പേർക്ക് പരിക്ക്. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിന്റെ ഊട്ടുതിരുനാൾ മെയ് 5 ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചില്ലറയെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ കണ്ടക്ടറുടെ ക്രൂരമർദ്ദനത്തിനിരയായ വയോധികൻ മരിച്ചു. നവീകരിച്ച ആളൂർ പ്രസാദ വരനാഥ പള്ളിയുടെ വെഞ്ചിരിപ്പും പുനഃപ്രതിഷ്ഠയും ജൂബിലി വർഷ ഉദ്ഘാടനവും മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.